കാശ് കൊടുത്ത് വോട്ട് വാങ്ങുക. ഈ പ്രയോഗത്തിന്റെ ഏറ്റവും അർത്ഥവത്തായ ഇടപാട് ഇപ്പോൾ നടന്നത് ബീഹാറിലാണ്. സെപ്റ്റംബർ 26 മുതൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒക്ടോബർ 6 രാവിലെ 10 മണി വരെയുള്ള സമയം. കൃത്യം 10 ദിവസം കൊണ്ട് 1,21,00,000 സ്ത്രീകളുടെ അക്കൗണ്ടിലേക്കാണ് 10,000 രൂപ വീതം എത്തിയത്. ഇത് എന്തെങ്കിലും പെൻഷനോ അല്ലെങ്കിൽ വായ്പയോ ഒന്നുമല്ല. ആരെങ്കിലും എന്തെങ്കിലും വ്യവസായം തുടങ്ങാൻ പദ്ധതി സമർപ്പിച്ചിട്ടും നൽകുന്നതല്ല. സ്വയം തൊഴിൽ തുടങ്ങാനുള്ള ആലോചനയ്ക്ക് എന്ന പേരിലാണ് 1.25 കോടി സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ 10,000 രൂപ വീതം നിക്ഷേപിച്ചത്. ഇവർ പിന്നീട് വ്യവസായം തുടങ്ങാൻ പദ്ധതി സമർപ്പിച്ചാൽ 2 ലക്ഷം രൂപ വേറെയും അനുവദിക്കും എന്ന് പറയുന്നതല്ലാതെ മറ്റൊരു നിബന്ധനയും ഈ പണത്തിനില്ല. 10 ദിവസത്തെ ഇടവേളയിൽ 12,100 കോടി രൂപ വോട്ടർമാരുടെ അക്കൗണ്ടുകളിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ് ഭരിക്കുന്ന NDA സർക്കാർ. ഈ പണം നൽകിയതിൽ പോലും മുന്നണി മര്യാദ പാലിച്ചു എന്ന് പറയാതിരിക്കാതെ നിവൃത്തിയില്ല. ഭരിക്കുന്നത് നിതീഷ് ആണെങ്കിലും കൂടുതൽ സീറ്റുള്ളത് BJPക്കാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം 75 ലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 7,500 കോടി കൈമാറി. അത് സെപ്റ്റംബർ 26 ഒക്ടോബർ 3 25 ലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 2,500 കോടി രൂപ മുഖ്യമന്ത്രി നിതീഷ് കൈമാറി. ഒടുവിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചു എന്ന അറിയിപ്പ് വന്നതിന് പിന്നാലെ 21 ലക്ഷം സ്ത്രീകൾക്ക് 2,100 കോടി രൂപ കൂടി. കുപ്പിയും കാശും കൊടുത്ത് വോട്ട് പിടിക്കാൻ ഇറങ്ങിയിരുന്നത് പണ്ടൊക്കെ തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ്. നമ്മുടെ ജനാധിപത്യത്തെ എങ്ങനെയൊക്കെ വിലയ്ക്ക് വാങ്ങാം എന്നതിന്റെ നേർചിത്രമാണ് ഇപ്പോ ബീഹാറിൽ നടക്കുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ബീഹാറിൽ വോട്ടർമാർക്ക് നൽകിയ 12,500 കോടി. വോട്ടെടുപ്പിന് മുൻപ് വാഗ്ദാനങ്ങളൊക്കെ പതിവാണ്. അതിനാണ് പ്രകടന പത്രിക എന്ന് നമ്മൾ പറയുന്നതും. ഭരിക്കുന്ന പാർട്ടി നിരവധി സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതും സാധാരണയായി സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക, അതുപോലെ സൗജന്യ അരിയുടെ അളവ് കൂട്ടുക. ഇതൊക്കെ പല വഴിക്ക് പലയിടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഈ സാരി വിതരണവും തയ്യൽ മെഷീനും വിതരണവും ഒക്കെ വോട്ടിനിടെ ചെയ്താൽ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തി നടപടിയെടുക്കും. തിരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങാൻ പിന്നെ ഒരു വിധത്തിലുള്ള സൗജന്യങ്ങൾക്കും അനുവാദമില്ല. ബീഹാറിൽ ഇപ്പോൾ വിതരണം ചെയ്തു കഴിഞ്ഞ 12,500 കോടി രൂപ നല്ല ഒന്നാന്തരം കൈക്കൂലിയാണ്. വോട്ട് കിട്ടാൻ വോട്ടർമാർക്ക് നൽകുന്ന പണം. 10 ദിവസം കൊണ്ട് 1.25 കോടി ആളുകളുടെ അപേക്ഷകൾ പരിശോധിച്ചിട്ടൊന്നും നൽകിയതല്ല ഈ തുക. ഓരോ വോട്ടർക്കും ഈ പണം സ്വീകരിക്കാനുള്ള അർഹതയും പരിശോധിച്ചിട്ടില്ല. പാവങ്ങൾക്ക് കിട്ടുന്ന പണമല്ലേ, അവർക്ക് അങ്ങനെയെങ്കിലും നീതി കിട്ടട്ടെ എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കാനും കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് അഴിമതിയുടെയും അധികാര ദുർവിനിയോഗത്തിന്റെയും പരിധിയിൽ വരുന്ന സംഭവമാണ്. ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനമാണ് ബീഹാർ. പതിറ്റാണ്ടുകൾ നീണ്ട പദ്ധതി നടത്തിപ്പുകൾക്കു ശേഷവും പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത അനേകർ ഉള്ളവരുടെ നാട്. അവരുടെ അജ്ഞതയെയും അറിവില്ലായ്മയെയുമാണ് ഇവിടെ ചൂഷണം ചെയ്യുന്നത്. സർക്കാർ സംവിധാനം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നത് ഇങ്ങനെ മാത്രമല്ല. 65 ലക്ഷം പേരുകൾ വെട്ടി നീക്കിയാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ കഴിഞ്ഞപ്പോൾ ശേഷിക്കുന്ന വോട്ടർമാരുടെ എണ്ണം 7,24,00,000 പുറത്തുപോയ 65 ലക്ഷം പേർ അവർ മരിച്ചവരോ അതല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയവരോ ആണെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. ആ പട്ടിക പ്രസിദ്ധീകരിച്ച് പ്രതിപക്ഷ പാർട്ടികൾക്ക് അതൊന്ന് പരിശോധിക്കാനുള്ള സമയം പോലും കിട്ടുന്നതിന് മുൻപാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചില കണക്കുകളിലേക്ക് നോക്കൂ. വാൽമീകി നഗറിൽ 18-നും 29-നും ഇടയിൽ പ്രായമുള്ള 252 പേരെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. എല്ലാവരും മരിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 125 പുരുഷന്മാരുണ്ട്, 127 പേർ സ്ത്രീകളാണ്. അതേ മണ്ഡലത്തിൽ അതേ പ്രായപരിധിയിലുള്ള 790 പേരെ നീക്കിയിരിക്കുന്നത് രണ്ടിടത്തോട്ടുണ്ട് എന്ന് കാണിച്ചാണ്. 30 മുതൽ 44 വയസ്സുവരെ പ്രായമുള്ള 1,390 പേരെയും വാൽമീകി നഗറിൽ നീക്കിയിരിക്കുന്നത് ഇതേ ആരോപണം ഉന്നയിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എൻറോൾമെന്റ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ്. ഇനി കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജോലിക്ക് വരുന്നവരുണ്ട്. അവരൊക്കെ പെർമനന്റ്ലി ഷിഫ്റ്റഡ് അഥവാ സ്ഥിരമായി താമസം മാറ്റി എന്ന് ചൂണ്ടിക്കാണിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാൽമീകി നഗറിൽ മാത്രം അങ്ങനെ നീക്കം ചെയ്യപ്പെട്ടവർ 12,800 പേരാണ്. ഇത് കൂടാതെ അൺട്രേസബിൾ അഥവാ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് വേറെയും 3,300 പേരെ വാൽമീകി നഗറിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ഒരു മണ്ഡലത്തിലെ മാത്രം കാര്യമല്ല കേട്ടോ. രാംനഗർ മണ്ഡലത്തിൽ സ്ഥിരമായി താമസം മാറ്റി എന്ന് കാണിച്ച് ഒഴിവാക്കിയിരിക്കുന്നത് 11,500 പേരെയാണ്. കണ്ടെത്താനാവില്ല എന്ന് കാണിച്ച് വോട്ട് നഷ്ടപ്പെട്ടത് 2,000 പേർക്കാണ്. ഇവരൊക്കെ ജോലിക്ക് കേരളത്തിലും മഹാരാഷ്ട്രയിലും ഉണ്ടെന്ന് ബന്ധുക്കൾ ചൂണ്ടിക്കാണിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ബീഹാറിലെ ഓരോ മണ്ഡലത്തിലെയും കണക്കുകൾ എടുത്താലും നമുക്ക് ഈ വെട്ടിമാറ്റൽ കാണാം. ബൂത്ത് തല ഓഫീസർമാർക്ക് മുന്നിൽ നേരിട്ട് ഹാജരായവർക്ക് പോലും വോട്ട് ലഭിച്ചില്ലെന്ന റിപ്പോർട്ടുകൾ വരികയാണ്.
ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കലിൽ നമ്മളെയൊക്കെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് യുവാക്കളുടെ മരണനിരക്ക. 18 മുതൽ 44 വയസ്സ് വരെയുള്ള 2000 മുതൽ 8000 വരെ ആളുകളാണ് ഓരോ മണ്ഡലത്തിലും മരിച്ചതായി കാണിച്ചിരിക്കുന്നത്. ഓരോ ബൂത്തിലും ചെറുപ്പക്കാരായ 50 പേർ വരെ മരിച്ചു എന്ന് കാണിച്ചിരിക്കുകയാണ്. ബീഹാറിലെ വൈറ്റൽ സ്റ്റാറ്റിക്സുമായി അല്പം പോലും യോജിച്ചു പോകുന്നതല്ല ഈ കണക്കുകൾ. നോക്കൂ, ചെറുപ്പക്കാരായ ആളുകൾ ഇത്രയും മരിക്കുന്നുണ്ടെങ്കിൽ അത് അതീവ ഗുരുതരമായ ഒരു സാമൂഹിക പ്രശ്നം കൂടിയല്ലേ. വെട്ടിമാറ്റിയിരിക്കുന്നത് ഏറെയും സ്ത്രീകളെയാണ്. 105 വോട്ടുകൾ വെട്ടിമാറ്റിയതിൽ 97 സ്ത്രീകളുള്ള ബൂത്തുകൾ വരെയുണ്ട്. ഒരു ബൂത്തിൽ തന്നെ 641 പേര് ഡിലീറ്റ് ചെയ്ത സംഭവങ്ങളുണ്ട്. അതിൽ 599 പേർക്കും കാരണം കാണിച്ചിരിക്കുന്നത് സ്ഥിരമായി സ്ഥലം മാറിപ്പോയി എന്നാണ്. ജോലി സ്ഥലത്തു നിന്നും കൃത്യമായി എത്തി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇതിൽ ഭൂരിപക്ഷവും. അവർക്കൊക്കെയാണ് ഇത്തവണ വോട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഗോപാൽഗഞ്ചിലെ ഒരു ബൂത്തിൽ 627 പേരെ ഡിലീറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും കാരണം കാണിച്ചിരിക്കുന്നത് സ്ഥിരമായി സ്ഥലം മാറിപ്പോയി എന്നാണ്. വോട്ടർ പട്ടികയിൽ നിന്നും ഇങ്ങനെ പുറത്തു പോയവരിലേറെയും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരുമാണ്. എതിരായി വീഴുമെന്നുറപ്പുള്ള വോട്ടുകൾ വെട്ടിമാറ്റുക, ശേഷിക്കുന്നവർക്ക് വലിയ തോതിൽ സഹായം എത്തിക്കുക. മൊത്തം വോട്ടർമാരിൽ 1/6 അക്കൗണ്ടിൽ 10,000 രൂപ വീതം എത്തിയിട്ടുമുണ്ട്. മിക്കവാറും വീട്ടിൽ ആ തുക എത്തിയെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അമ്മയും മക്കളും മക്കളുടെ മക്കളും ഒക്കെയായി 4-5 സ്ത്രീകളുള്ള കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഈ പണം എത്തിയിട്ടുണ്ട്. അക്കൗണ്ടുകളിലേക്ക് 10,000 വീതം നൽകി ഇങ്ങനെ സ്വാധീനിക്കുന്നത് ഓരോ കുടുംബത്തെയുമാണ്. ഇപ്പോഴത്തെ ഈ സഹായ വിതരണം ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത കാര്യവുമാണ്. 12,500 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്നാണ് എടുത്ത് ചിലവാക്കിയിരിക്കുന്നത്. ജയിച്ചു വന്നാൽ ഓരോ സ്ത്രീകളുടെയും അക്കൗണ്ടുകളിലേക്ക് വർഷം 5,000 നൽകുന്ന ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്ന പ്രതിപക്ഷ കക്ഷികളെയാണ് സർക്കാർ തോൽപ്പിച്ചിരിക്കുന്നത്. ഭരണം കയ്യിലുണ്ടെങ്കിൽ എന്തുമാകാമെന്ന് കാണിക്കുകയാണ് ബീഹാർ. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.